നമുക്കിന്ന് ഇൻഷുറൻസിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ദ പർപ്പസ് ആൻഡ് നീഡ് ഫോർ ഇൻഷുറൻസ്. എന്താണ് ഇൻഷുറൻസ് എന്ന ഒരു പോളിസി കൊണ്ടുള്ള നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നീഡ്സ്, ദെൻ പർപ്പസ്. നമ്മൾ മെയിനായിട്ട് അല്ലെങ്കിൽ ഒരു പോളിസി ഹോൾഡർ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മെയിനായിട്ട് റിസ്ക് മിനിമൈസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനായിരിക്കും? അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ഡെത്ത് വരുമോ, അല്ലാത്ത കേസുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അല്ലേ. ലൈഫിനും അതേപോലെ തന്നെ ആ വ്യക്തിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന് അവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പോളിസിയിൽ എടുക്കുന്നത്. ലൈഫിൻ്റെ കേസ് അങ്ങനെ. ഇനി അതല്ല, ഒരു ജനറൽ ഇൻഷുറൻസ് എന്തിനായിരിക്കും? ഇപ്പോൾ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു മറൈൻ ഇൻഷുറൻസ്, ഇതൊക്കെ എന്താണ്, ആ പ്രോപ്പർട്ടീനെ മാക്സിമം ആ റിസ്ക് മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, റിസ്കിനെയാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിലൊരു ഒന്നാമത്തെ പോയിൻ്റാണ് ട്രാൻസ്ഫറിങ് റിസ്ക് അല്ലേ. ഒരു ഇൻഷുറൻസ് കമ്പനി മെയിനായിട്ട് എന്താണ് എടുക്കുന്നത്, അവരുടെ ഏതാണോ പോളിസി ഹോൾഡർ അവരുടെ ഏത് പ്രോപ്പർട്ടിയാണ്, ഇപ്പോൾ ലൈഫ് ആണെങ്കിൽ ലൈഫ്, ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ ജനറൽ ഇൻഷുറൻസ്, എന്താണ് ആ സബ്ജക്റ്റ് മാറ്റർ, അതിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ആ റിസ്ക് ആ ഒരു ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നു. അതേപോലെ തന്നെയാണ് ഇന്ന് എലിമിനേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് റിസ്ക്. നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ ഒരു പോളിസി ഹോൾഡർ എടുക്കേണ്ടത് അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തു, അതിനുശേഷം നമ്മൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് കിട്ടില്ല, അവിടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കില്ല. കാരണം അങ്ങനെയുള്ള മാൽ പ്രാക്ടീസസോ ഒന്നും ഒരു ഇൻഷുറൻസ് പോളിസി അത് കൺസിഡർ ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ മേൽ നമ്മൾ എന്തെടുത്തു, ഇൻഷുറൻസ് എടുത്തു, എന്നിട്ട് അത് ബിൽഡിംഗ് എന്തെങ്കിലും തീ വയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തെഫ്റ്റ് അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാലും അതും അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനുള്ള, ആ റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഒരു പോളിസി ഹോൾഡർ എടുക്കണം. ഫയർ എക്സിക്യൂട്ടർ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് എടുത്തിരിക്കണം, കാരണം എന്തെങ്കിലും ഫയർ വരികയാണെങ്കിൽ അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും, പ്രത്യേകിച്ച് ജനറൽ ഇൻഷുറൻസിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം റിഡക്ഷനും അതേപോലെ തന്നെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് നമ്മൾ എടുക്കുന്ന പോളിസിക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി വേറൊരു ചിന്തയിൽ അല്ലെങ്കിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സോഴ്സും കൂടിയാണ്. കാരണം നമ്മൾ അടയ്ക്കുന്ന ഓരോ മന്ത്ലി ആയിരിക്കാം അല്ലെങ്കിൽ ആനുവലി അടയ്ക്കുന്ന പ്രീമിയം, അത് നമുക്ക് എന്തായിരിക്കും കൺവേർട്ട് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് അപ് ടു 5 years ആയിരിക്കാം, അല്ലെങ്കിൽ മോർ ദാൻ 5 years ആയിരിക്കാം. അത്രയും ഇയറുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന നല്ല ഒരു മെത്തേഡും കൂടിയാണ് നമ്മുടെ ഇൻഷുറൻസ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി നമ്മുടെ ഇൻഷുറൻസ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ഇക്കോണമി ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ടൂളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ഒരു ഇക്കോണമിക് ഡെവലപ്മെൻറ്റിന് ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു റോള്, ഇക്കോണമി ലെവലിൽ എന്തൊക്കെ റോളാണ് ഒരു ഇൻഷുറൻസിന് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓരോ വ്യക്തികൾ അല്ലേ, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു പോളിസി ഹോൾഡറിൻ്റെ മാത്രമല്ല ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അത്രയും ലാർജ് സ്കെയിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൻ്റെ ഇൻഷുറൻസ് പോളിസികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്യുന്ന പ്രീമിയം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഷുറൻസ് കമ്പനി കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അനദർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അബ്രോഡിൽ പോയിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ നടത്താം. അപ്പോൾ അറ്റ് എ ടൈം ഒരു വ്യക്തിക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, അത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടി ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മുടെ ഇക്കോണമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അടുത്തതാണ് പ്രൊവൈഡിങ് ദ ക്യാപിറ്റൽ ടു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ ആ പോയിൻറ്റിനോട് കണക്റ്റഡ് ആണ്. നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് പോളിസി എപ്പോഴും ഒരു 1 to 5 റേഞ്ച് എന്തായാലും ഉണ്ടായിരിക്കും. മോർ ദാൻ 5 years ആണ് എപ്പോഴും ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ജനറൽ ഇൻഷുറൻസ് ആണ് 1 year 2 years അങ്ങനെയുള്ള റേഞ്ചുകളുള്ളത്. അപ്പോൾ ആ ഇത്രയും കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒരു ഇൻഷുറൻസ് ഹോൾഡർ അല്ലെങ്കിൽ പോളിസി ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേറെ ഏതെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതർ കൺട്രീസിലായിരിക്കാം, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് വരുന്ന ഏതെങ്കിലും പ്രോജക്റ്റുകൾക്കായിരിക്കാം, ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതിനൊക്കെ എന്ത് വരുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമുക്ക് ഒരു ക്യാപിറ്റൽ കൂടിയാണ്, അതായത് ഇക്കോണമിയുടെ ക്യാപിറ്റലാണ് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റാണ് ബെനിഫിറ്റ് ഓഫ് ഇൻഷുറൻസ് ടു ദ ബിസിനസ് ആൻഡ് ട്രേഡ്. അല്ലേ, ഒരു നല്ലൊരു ഒരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. അല്ലേ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ബിസിനസ് നടത്താം, അതിനുവേണ്ടി നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള മെജോറിറ്റി ലെവൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസിന് നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായതിനു ശേഷം എല്ലാവരും വെഹിക്കിൾ ലോൺസ്, അതേപോലെ തന്നെ ഹോം ലോൺസ്, പ്രോപ്പർട്ടി ലോൺസ് ഇതൊക്കെ എടുത്തു തുടങ്ങി. കാരണം ഫ്ലഡ് ഇൻ കേരള, ഫ്ലഡിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഫസ്റ്റ് ഫ്ലഡിനോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ അവരെന്താക്കി, ഇൻഷുറൻസ് കമ്പനികൾ അതിനെ പ്രോഫിറ്റബിളാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സായിട്ടും ഒരു ട്രേഡ് എന്ന രീതിയിലും നമുക്ക് ഇൻഷുറൻസിനെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, ദ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി കോൺസിക്വൻസ് ഓഫ് ലോസ്. ശരിയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് വന്നതിന് ശേഷം ഇൻ കേരള ഫ്ലഡിന് ശേഷം എന്താണ്, ഇപ്പോൾ വീടുകൾക്കെല്ലാം കുറച്ചും കൂടി പൊക്കത്തിൽ പണിയാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിലുള്ള പ്രൊക്കേഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ആ ഒരു ഇൻഷുറൻസിന് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, പ്രൊട്ടക്ഷൻസ്, ലോസ് വരാതിരിക്കാനുള്ള കോൺസിക്വൻസ് അതിൽ നിന്നും പ്രൊട്ടക്ഷനായിട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി കോൺസിക്വൻസ് ഓഫ് ദി ലോസ്. നെക്സ്റ്റ്, എൻകറേജ് ദ ബിസിനസ്മാൻ ടു ഇൻവെസ്റ്റ് ദ ഫ്രീലി ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസ്. അല്ലേ, ഒരു ബിസിനസ്മാനെ എന്ത് എൻകറേജ് ചെയ്യാണ്, ഏതെങ്കിലും അനദർ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ്. കാരണം ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തായാലും, ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും. അയ്യോ, എൻ്റെ ബിൽഡിങ്ങിന് എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റോക്ക്, വെയർ ഹൗസിലുള്ള സ്റ്റോക്കുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക, അങ്ങനെയുള്ള പല ടെൻഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ടെൻഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബിസിനസ്മാന് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി പ്രൊട്ടക്ഷനാണ് വരുന്നത്. അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻഷുറൻസ് എൻകറേജ് ദ കൊമേഴ്ഷ്യൽ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ കൺട്രി വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത്. അടുത്ത പോയിൻ്റാണ് റൂട്ട്സ് ഫോർ ദ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, റൂട്ട്സ് ഫോർ ദ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. കാരണം ഇപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, മിഡിലായിരിക്കാം, ഹൈ ലെവലായിരിക്കാം, ലോവർ ലെവൽ ഇൻകം ഉള്ള ഏത് ഇൻകം ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവരെല്ലാം പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് കൂടി തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. അന്നാന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ സാലറി ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവർക്ക് അങ്ങനെ ബാക്കിയൊന്നും സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു അറൗണ്ട് 5 years ആയിട്ട് എന്താണ്, ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഗോൾഡിലായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികളായിരിക്കാം, അങ്ങനെയുള്ളൊരു ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ചൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം ആയിട്ടുള്ള വെൽത്ത്, അതായത് ഇക്കണോമിക് ലെവലിലുള്ള ഒരു ഓവറോൾ വെൽത്ത് ക്രിയേഷനാണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്. അടുത്തതാണ് ദി ഇൻഷുറൻസ് സെർവ് എ നമ്പർ ഓഫ് വാല്യൂബിൾ ഇക്കണോമിക് ഫങ്ഷൻസ്. മെയിനായിട്ട് വരുന്ന ഒരു ഇക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ റിസ്ക് ആണ് വരുന്നത്.
ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന റിസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫീൽഡിൽ വരുന്ന റിസ്ക് ആയിരിക്കാം, ഏത് ടൈപ്പ് റിസ്ക് ആയിക്കോട്ടെ അതിനെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാക്സിമം റിഡ്യൂസ് ചെയ്യുക എന്ന രീതിയിലാണ് ഇൻഷുറൻസ് അതിൻ്റേതായ ഒരു സെക്യൂരിറ്റി ടൂളായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ പല രീതിയിലുള്ള റിസ്കുകളെ കവർ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലും പല ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെയെല്ലാം ഈ ഒരു ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ദ ഇൻഷുറൻസ് കോൺട്രിബ്യൂട്ട് ദ പോസിറ്റീവ്ലി ടു ദി ഇക്കണോമിക് ഗ്രോത്ത്. ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ അതായത് എന്താ, ഇക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻസ്, ദെൻ ബെനിഫിറ്റ് ടു ദ ഇൻഷുറൻസ് ടു ദ ബിസിനസ് ആൻഡ് ട്രേഡ്. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ്, അതായത് ഒരു ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ, നമുക്കറിയാം ഒരു ഇൻഷുറൻസ് എന്നൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്തിനാണ് ഇക്കണോമിക്. കാരണം എത്രത്തോളം ഇൻഷുറൻസിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് എന്താണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പോളിസികളെല്ലാം നമ്മുടെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അത്രയും അഡ്വാൻറ്റേജാണ് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിന് ഇൻഷുറൻസ് ആക്ട് ചെയ്യുന്നത്. ദ സ്ട്രോങ് കോംപ്ലിമെൻ്ററി ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് അല്ലേ. ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ അറ്റ് ദ സെയിം ടൈം എന്തുണ്ടായിരിക്കും, ബാങ്കിങ് ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ഇതിൽ ബാങ്കുകളടക്കം എന്ത് ചെയ്യാണ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് കൂടുതലായിട്ടും എന്ത് വരുന്നുണ്ട്, ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവർ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാണ് ഇൻഷുറൻസ്. അവരുടേതായിട്ടുള്ള ബാങ്കുകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജുകളും അവരുടെ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഒരു ഇൻഷുറൻസും ബാങ്കിങ് ഫീൽഡിലും വരുന്നത്. ആൻഡ് ഫൈനലി ദ ഇൻഷുറൻസ് എനേബിൾ ദ റിസ്ക് അഡ്വേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓൺട്രപ്രണർ ടു അണ്ടർടേക്ക് ദ ഹൈ റിസ്ക് അല്ലേ. എത്ര വലിയ റിസ്ക് ആയാലും മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻഷുറൻസ് എന്ന ഒരു ടേം നമ്മുടെ ഇക്കണോമിയിൽ വന്നിട്ടുള്ളത്. അത് ഉള്ളത് കൊണ്ട് തന്നെ എത്ര വലിയ റിസ്ക് ആയിക്കോട്ടെ, ചിലപ്പോൾ മോഡറേറ്റ് റിസ്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കാം, ഏത് ടൈപ്പ് റിസ്ക് ആയിക്കോട്ടെ അത് നല്ല രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റിസ്കിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഇൻഷുറൻസിന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ ഓരോ ബിസിനസ് ഫീൽഡിൽ വരുന്ന ആൾക്കാർക്കുള്ള ടെൻഷൻ എന്താണ്, അയ്യോ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും അല്ലെങ്കിൽ ആ റിസ്ക് ഞങ്ങൾ എങ്ങനെ അത് മീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പല ടെൻഷൻസിനും അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഇൻഷുറൻസ് എന്നൊരു പോളിസി കൊണ്ട് തന്നെ. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് ബിസിനസ് ഫീൽഡിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കുകയാണ്. അവരുടെ പ്രൊഡക്ടിവിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത്, ഇതിനൊക്കെ നല്ല രീതിയിൽ ഈ ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഷുറൻസ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓരോ ഏരിയയിലും ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഇത് വളരെ എന്താണ് ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇൻഷുറൻസ് എന്നൊരു ടൂളിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ നിങ്ങളത് നല്ലപോലെ വായിച്ച് പഠിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.